ഹിന്ദു പുരാണങ്ങളിലെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ഓരോ ദേവനും ദേവിക്കും എന്തൊക്കെ തരം ആയുധങ്ങളാണ് കയ്യിലുള്ളത്. 14 ലോകങ്ങളും ഒറ്റയടിക്ക് ഭസ്മമാക്കാൻ കഴിവുള്ള സാക്ഷാൽ പരമശിവൻ്റെ തൃക്കൈയിലുള്ളത് വിനാശകാരിയായ ത്രിശൂലമാണ്. ത്രിശൂലം. ഇതുകൂടാതെ സർവ്വതും ചുട്ടരിക്കാൻ പോകുന്ന നെറ്റിക്കണ്ണ് അഥവാ മൂന്നാം കണ്ണ് അഡീഷണലായിട്ട് ശിവനുണ്ടെന്ന് ഓർക്കണം. മഹാവിഷ്ണുവിൻ്റെ കയ്യിലോ പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും പാതാളത്തിൽ വരെ പോയി ശത്രുവിൻ്റെ കഴുത്തറുത്ത് മാത്രം ശാന്തമാകുന്ന തിളങ്ങുന്ന സുദർശന ചക്രമാണ് വിഷ്ണുവിൻ്റെ കയ്യിലുള്ളത്. കൂടാതെ പ്രപഞ്ചത്തിൻ്റെ ഭാരം മുഴുവൻ ആവാഹിച്ചെടുത്ത ഒറ്റപ്രഹരത്തിൽ അസുരന്മാരെ അന്ത്യവിശ്രമത്തിനയക്കുന്ന ദിവ്യഗതയായ കൗമോദകിയും മഹാവിഷ്ണുവിൻ്റെ കയ്യിലുണ്ട്. ഇനി ദേവേന്ദ്രൻ്റെ കയ്യിലോ കൊടിയ അസുരന്മാരുടെ നെഞ്ചകം പിളർക്കുന്ന പർവ്വതങ്ങളുടെ പോലും ചിറകരിഞ്ഞ ദദീജി മഹർഷിയുടെ അസ്ഥി കൊണ്ട് നിർമ്മിച്ച വജ്രായുധമാണ് ദേവേന്ദ്രൻ്റെ കയ്യിലിരിക്കുന്നത്. കാറ്റിലും വേഗത്തിൽ പായുന്ന രാവണൻ്റെ 10 തലകളും അറുത്ത് വീഴ്ത്തിയ, ഒരിക്കൽ ഞാണൊലി കൊണ്ട് തൊടുത്താൽ ലക്ഷ്യം ഭേദിക്കാതെ ആവനാഴിയിലേക്ക് മടങ്ങാത്ത കോദണ്ഡം എന്ന ദിവ്യാസ്ത്രമാണ് ശ്രീരാമൻ്റെ കയ്യിലുള്ളത്. ദാരികൻ്റെ തലയറുത്ത് ചോര കുടിച്ചിട്ടും കലിതീരാതെ അട്ടഹസിക്കുന്ന സർവചരാചരങ്ങളെയും വിറപ്പിക്കുന്ന ഭദ്രകാളിയുടെ കയ്യിലുള്ളത് മഹിഷാസുരൻ തുടങ്ങിയ അസുരന്മാരെ വധിക്കുന്നതിനായി ഉപയോഗിച്ച ഖഡ്ഗം എന്ന രക്തം പുരണ്ട വാളാണ്. അഹങ്കാരികളായ ക്ഷത്രിയവംശത്തെ 21 വട്ടം വെട്ടിയരിഞ്ഞ് ഭൂമിയിൽ ചോരപ്പുഴ ഒഴുക്കിയ സാക്ഷാൽ വരുണദേവനെ പോലും ഭയപ്പെടുത്തി അറബിക്കടലിനെ പിൻവലിപ്പിച്ച പരശുരാമൻ്റെ കയ്യിലിരിക്കുന്നത് പരമശിവൻ സമ്മാനമായി നൽകിയ വിദ്യുദ്ധബി എന്ന മിന്നൽ മഴുവാണ്. അസുരന്മാരുടെ ഉരുക്കുകോട്ടകൾ നിഷ്പ്രയാസം തകർത്തെറിഞ്ഞ താരകാസുരൻ മുതൽ ശൂരപത്മം വരെയുള്ള മഹാസുരന്മാരുടെ മാറുപിളർന്ന സാക്ഷാൽ സുബ്രഹ്മണ്യൻ്റെ കയ്യിലിരിക്കുന്നത് ജ്വലിക്കുന്ന ദിവ്യമായ ശക്തിവേലാണ്. സഞ്ജീവനി പർവ്വതം ഒരു കൈകൊണ്ട് അനായാസം എടുത്തുയർത്തിയ രാക്ഷസപ്പടയുടെ തലയോട്ടി അടിച്ചു തകർത്ത വായുപുത്രനായ ഹനുമാന്റെ കയ്യിലിരിക്കുന്നത് ഭീമാകാരമായ ഗദയാണ്. 3 ലോകങ്ങളിലെയും എത്ര വലിയ കൊലകൊമ്പനായാലും സമയമാകുമ്പോൾ കഴുത്തിൽ കുരുക്കിട്ട് പിടിച്ചു കൊണ്ടുപോകുന്ന, ആർക്കും ഒരിക്കലും പൊട്ടിച്ചെറിയാൻ കഴിയാത്ത കാലപാശവുമായിട്ടാണ് യമരാജൻ്റെ നടപ്പ്. ഒരിക്കൽ പ്രയോഗിച്ചാൽ പ്രപഞ്ചം മുഴുവൻ ഒറ്റയടിക്ക് ചാമ്പലാകുമെന്നുറപ്പുള്ള, ലോകത്തൊരു ശക്തിക്കും തടുക്കാൻ കഴിയാത്ത, പുരാണങ്ങളിലെ ഏറ്റവും വലിയ അണ്വായുധങ്ങളായ സാക്ഷാൽ ബ്രഹ്മാസ്ത്രവും പാശുപതാസ്ത്രവും ഉള്ളവരാണ് ഹിന്ദുമതത്തിലെ ദേവീദേവന്മാർ. ഈ ദിവ്യായുധങ്ങളുടെയൊക്കെ ഒരു ശേഖരം വെച്ച് നോക്കിയാൽ ദേവലോകം എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ, ഒരിക്കലും തകർക്കാൻ കഴിയാത്ത അത്യന്താധുനികമായ ഒരു ബ്രഹ്മാണ്ഡ ആയുധപ്പുരയാണ്. ഈ ആയുധപ്പുരയുടെ മുന്നിൽ നമ്മുടെ അമേരിക്കയുടെ ആയുധപ്പുരകളാകട്ടെ, റഷ്യയുടെ ആയുധപ്പുരകളാകട്ടെ, ചൈനയുടെ ആയുധപ്പുരകളാകട്ടെ, എല്ലാം വെറും ശിശുക്കളാണ്, ഒന്നുമല്ല. മനസ്സിലായി? അമ്മാതിരി സാധനമാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. എന്നിട്ടും സംഖ്യഭാഷ്യമനുസരിച്ച് രാത്രിയാകുമ്പോൾ ഈ ബ്രഹ്മാണ്ഡ ആയുധങ്ങളൊക്കെ കട്ടിലിനടിയിൽ ഒളിച്ചു വെച്ച് പേടിച്ചു ഉറച്ച് പുതച്ചു മൂടിക്കിടക്കുന്ന ഹിന്ദു ദൈവങ്ങളെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. അതാണ് ഈ സംഖ്യകൾ പറയുന്നത്, ക്ഷേത്രങ്ങളൊക്കെ അപകടത്തിലാണെന്ന്. മനസ്സിലായ? അവരങ്ങനെ പേടിച്ച് വിറച്ച് കിടക്കുമ്പോഴാണ് ഗേറ്റിന് പുറത്തു നിന്ന് ദേവന്മാർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് ആ വാക്കുകൾ വരുന്നത്. ഭഗവാനെ പേടിക്കേണ്ട, പാശുപതാസ്ത്രവും സുദർശന ചക്രവും ഒക്കെ അവിടെ ഭദ്രമായി വെച്ചിട്ട് ധൈര്യമായി കിടന്നുറങ്ങിക്കോ, പുറത്ത് സംഘം കാവലുണ്ട്, സംഘത്തിൻ്റെ കയ്യിൽ കുറുവടിയുണ്ട്. അതായത് പ്രപഞ്ചം ചുട്ടരിക്കാൻ കെൽപ്പുള്ള ഈ ദിവ്യായുധങ്ങളെക്കാൾ വലിയ സുരക്ഷയാണ് ശാഖയിൽ പോകുന്ന കാക്കി ട്രൗസറിട്ട ഒരു സംഖ്യയുടെ കയ്യിലെ ആ മുളവടി അഥവാ കുറുവടി ഈ ദൈവങ്ങൾക്ക് നൽകുന്നത്. ഇതിലും വലിയൊരു വിരോധാഭാസം, ഇതിലും വലിയൊരു കോമഡി വേറെ എന്താണുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയതൊന്ന്. ലോകത്തെ മുഴുവൻ ചാമ്പലാക്കാൻ കഴിവുള്ള, മൂന്നാം കണ്ണുള്ള പരമശിവന് പോലും സമാധാനമായി ഒന്ന് കണ്ണടച്ചുറങ്ങണമെങ്കിൽ പുറത്ത് സംഖ്യകൾ കാവൽ നിൽക്കേണ്ട ഗതികേടിനാണെന്നാണ് സംഘപരിവാർ പറയുന്നത്. മനസ്സിലായ? ഹിന്ദുക്കൾക്ക് ശാന്തമായി വന്നിരിക്കാനും അല്പം സമാധാനം കണ്ടെത്താനുമുള്ള കേന്ദ്രങ്ങളായിരുന്നു പണ്ടൊക്കെ ക്ഷേത്രങ്ങൾ. എന്നാൽ ഇന്ന് ഈ സംഖ്യഭാഷ്യം അനുസരിച്ച്
ക്ഷേത്രങ്ങൾ ദൈവങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പുകളായി മാറിയിരിക്കുകയാണ്. അതിനകത്തിരിക്കുന്ന ദേവീദേവന്മാർക്ക് പോലും സമാധാനമില്ലെന്നാണ് സംഘികൾ പറയുന്നത്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായി ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ഈ ഈശ്വരന്മാർക്ക് അവരുടെ സ്വന്തം വീടിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ആധാരം സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സംഘി പ്രചരണത്തിലെ ഏറ്റവും വലിയ തമാശ. പണ്ട് ഭക്തർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിരുന്നത് ദൈവമേ എൻ്റെ വീടും കുടുംബവും കാത്തുകൊള്ളണേ എന്നായിരുന്നു. എന്നാൽ ഇന്നത്തെ പ്രാർത്ഥനയുടെ രൂപം മാറി. ദൈവമേ നിൻ്റെ അമ്പലം ഞാൻ കാത്തോളാം, അതുകൊണ്ട് എൻ്റെ വോട്ട് നീ കാത്തുകൊള്ളണേ. ഇതാണ് സംഘികളുടെ പ്രാർത്ഥന.